അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാ സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളും വർത്തമാന മാധ്യമങ്ങളും ചാനലുകളും ആഘോഷിക്കുകയും വളരെ സന്തോഷം കേരളീയർ നേടുകയും ചെയ്ത ഒരു വിഷയത്തിൽ വ്യത്യസ്തനായ ഒരു നിലപാടുമായി ഒരാൾ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. അവിടുത്തെ ആ വിഷയം റിപ്പോർട്ട് ചെയ്തത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിൽ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെയും ഇടപെടുന്നതിൽ നിന്ന് ആക്ഷൻ കൌൺസിലിനെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിക്കാരനായ കെ പോളിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി അറ്റോർണി ജനറലിനോട് മറുപടി തേടി. സുപ്രീംകോടതിയെ സമീപിക്കാൻ കെ പോളിന് അവകാശമുണ്ടെന്നായിരുന്നു ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം. ഈ കെ എ പോൾ ആരാണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം വളരെ അനുതാപപൂർവ്വം നമ്മൾ പെരുമാറേണ്ട ഒരാളാണെന്നാണ് മനസ്സിലായത്. കാരണം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിനകത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോട് കുറച്ച് അനുതാപത്തോടു കൂടി നമ്മൾ പെരുമാറണം. അത്തരത്തിൽ അനുതാപപൂർവ്വം പെരുമാറേണ്ട ഒരാളാണ് എന്നാണ് മനസ്സിലായത്. കോടതി തീരുമാനിക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രയറുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന്റെ പെറ്റീഷൻ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കേട്ട വാർത്ത മാത്രമേ ഉള്ളൂ. ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലുള്ള നിമിഷയുടെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ വ്യക്തമാക്കട്ടെ. അപ്പോൾ കെ എം പോൾ എന്ന ഒരാള് എ പി ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നത് കാരണത്താൽ അദ്ദേഹത്തിന് ചെറിയ മാനസിക അസ്വസ്ഥത ഉണ്ട് എന്ന് നമുക്ക് ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2-3 ദിവസം മുമ്പ് അതിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമവും ഉണ്ടായി എന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ എ പി ഉസ്താദ് ഇടപെട്ടു എന്നത് കാരണത്താൽ അതുമായി ലിങ്കുള്ള 1-2 പണ്ഡിത വേഷം കെട്ടി അവർ തന്നെ സ്റ്റേജ് കെട്ടി അവർ തന്നെ കേൾക്കാനുള്ള ആളുകളെ ക്യാഷ് കൊടുത്ത് കൊണ്ടുവന്ന് സദസ്സും സ്റ്റേജും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു റൂമിൽ വെച്ചുകൊണ്ട് 3-4 പ്രാവശ്യം ഈ വിഷയത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച 1-2 പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റാത്ത ആളുകളുടെ അസ്വസ്ഥതയൊന്ന് ഇതുപോലെ കേൾപ്പിക്കുക. 13-ാം തീയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. 13-ാം തീയതി ആരെ വിളിച്ചതാണ്? ഉമർ ഹഫീദിനെ വിളിച്ചു തുടങ്ങിയതാണ്. 13-ാം തീയതി ആദ്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. എന്നാ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ജൂലൈ 15-ന്. എന്നാ ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞത് ജൂലൈ 15-ന്. ഇത് ഞാൻ സംശയിക്കുന്നു കെ എം പോളുമായിട്ടുള്ളൊരു ലിങ്കുള്ള പണ്ഡിതന്മാർ എന്ന് പറയപ്പെടാത്ത ഒരു പണ്ഡിതന്മാർ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്കും ഇതിൽ ചെറിയ അസ്വസ്ഥതയുണ്ടായി. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ മഹാപണ്ഡിതനാണ്. ഉസ്താദ് അവരുടെ ഉയർച്ചയും ഉസ്താദ് അവരുടെ ഇടപെടലും ഉസ്താദ് അവരുടെ സംഘടനാബോധവും ഒക്കെ നിലനിർത്തുമ്പോൾ ഉസ്താദിനോട് അസൂയ പൂണ്ട ചില ആളുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണിത്. ഇനി ഇതിൽപ്പെട്ട വേറെ ഒരു ചങ്ങാതിയുണ്ട്. അദ്ദേഹം മറ്റൊരു പണ്ഡിതനോട് അസ്വസ്ഥത രേഖപ്പെടുത്തുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണം എന്നോട് ചോദിക്കാതെ ആരാണ് നിന്നോട് ആ മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞത്? ഞാൻ പറയില്ലേ? ഞാൻ പറയാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് ഔദ്യോഗികമായി അറിയിക്കാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് വിളിക്കുന്നത്? അത് വിളിക്കുക, ഇങ്ങനാക്കി ഇങ്ങനെ ഇത് വിളിച്ചിട്ട് നടക്കുക. ഇതൊക്കെ അത് വിളിക്കുക, ഇങ്ങനാക്കി ഇങ്ങനെ ഇത് വിളിച്ചിട്ട് നടക്കുക. ശൈത്താനാവുന്നേ ശൈത്താന് തന്നെ പറയണം, സുൽത്താന് തന്നെ പറയണം. ലക്ഷണം കെട്ടവനെ ലക്ഷണം കെട്ടവൻ തന്നെ പറയണം, ലക്ഷണം ഒത്തവൻ തന്നെ പറയണം. വൃത്തിയുള്ളതിനെ വൃത്തിയുള്ളത് തന്നെ പറയണം, വൃത്തി കെട്ടവനെ വൃത്തി കെട്ടവൻ തന്നെ പറയണം. അങ്ങനല്ലേ അതല്ലേ നീതി, അതല്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, മഹാനായ മൗലാന പേരോട് ഉസ്താദിനെയാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്. ഇദ്ദേഹത്തിന് നമ്മൾ അഡ്വക്കറ്റ് പറഞ്ഞില്ലേ, ഇതേമാതിരി എന്തോ ഒരു മാനസികാവസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മൗലാന പേരോട് ഉസ്താദാണെങ്കിലോ അവിടുത്തെ ആകർഷണീയമായ പ്രസംഗ ശൈലിയും ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകാത്ത സുന്നത്ത് ജമാഅത്ത് കുറ്റ്യാടിയിൽ പോയി ഓല ഷെഡ് വെച്ച് കെട്ടിയും തലക്ക് വെച്ച് ദീനീ പ്രബോധനം നടത്തി അവിടെയുള്ള എല്ലാ മഹല്ലുകളും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നു. ഉസ്താദ് അവർക്ക് ആരോടൊരു വിദ്വേഷവും വൈരാഗ്യവുമില്ല. വളരെ നിഷ്കളങ്കമായ ഇഖ്ലാസിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രസംഗവും
പ്രവർത്തന ശൈലിയുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. മനസ്സ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, എനിക്ക് യാത്ര പോകാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്ന ഒരു വണ്ടിയുണ്ട്, ഒരു കാറുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ഒരു നല്ല മനുഷ്യൻ വാങ്ങിത്തന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ജല്ല ജലാലുഹു നല്ല മനസ്സ് കൊടുക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഞാൻ ആ വാഹനവും കൊണ്ടൊരു സ്ഥലത്ത് പോയ ജില്ല ഏതാണെന്ന് ഞാൻ പറയൂല. ഒരു ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ ഒളിച്ചു നിന്നിട്ടൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ ഏറ് തന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചത് അങ്ങനെയാണ്, മറ്റേയാളെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചത് ഇങ്ങനെയാണ്. രണ്ടും തോന്നിപ്പിച്ച റബ്ബ് ഒന്ന് തന്നെ. ഓ സഹോദരാ, ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ അള്ള ഭാഗ്യം കൊടുക്കുന്നു, വേറൊരു മനുഷ്യൻ അള്ള ദൗർഭാഗ്യം കൊടുത്തിരിക്കുന്നു. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ, നമ്മയും അള്ള നന്നാക്കി തരട്ടെ. അങ്ങനെ ഒരു തെറ്റൊരു മനുഷ്യന് സംഭവിച്ചതിന്റെ പേരിൽ അവനോടും നമുക്ക് വൈരാഗ്യം വെച്ചുകൂടാ, വിദ്വേഷം വെച്ചുകൂടാ. അവനും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് നമ്മുടെ ചുമതല. കാരണം എന്തുകൊണ്ട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ തെരതിരക്കിൽ പലരും വന്ന് കയ്യിലിങ്ങനെ സംഭാവനയും നേർച്ചയും തരുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ നിങ്ങളെ പലതും പലപ്പോഴും പറഞ്ഞവരാണ്, പൊരുത്തപ്പെടണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പൊരുത്തം, ഇനി പറയുന്നതും പൊരുത്തം, നിങ്ങൾക്കും പൊരുത്തം, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തം, ഇനി പറയുന്നവർക്കും പൊരുത്തം, ലോകത്തെ എല്ലാവർക്കും പൊരുത്തം. പക്ഷേ എന്റെ ദോഷം അല്ല പൊറുത്തു തരാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പറയണം. ഞാനൊരു മഅസൂമായ നബിയല്ല, ഞാനൊരു മലക്കല്ല, ഞാനൊരു പക്ഷേ പലരോടും ഉപദേശിക്കുന്നുണ്ടാകും, പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് വന്നവനായിരിക്കും. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ലോകത്ത്. അരം എന്ന് പറഞ്ഞാൽ ആ സാധനം എന്താണ്? അത് ഇരുമ്പിന് മൂർച്ചം കൂട്ടുന്ന സാധനമാണ്. ഒരുപാട് ആയുധങ്ങൾക്ക് അരം കൊണ്ടിങ്ങനെ മൂർച്ചം കൂട്ടും, പക്ഷേ അരത്തിന് മൂർച്ചമില്ല കേട്ടോ. തക്കാളി മുറിക്കാൻ പോലും അരം പറ്റുകയില്ല. ആ അരം കൊണ്ട് മൂർച്ച കൂടിയ ധാരാളം ആയുധങ്ങളുണ്ട്, പക്ഷേ അരത്തിന് മൂർച്ചയില്ല. ഇതുപോലെ മനുഷ്യനായി പോയാൽ, അരം പോലെ ആയിപ്പോയാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാരും അമ്പിയാക്കളല്ല, നമ്മളാരും മലക്കുകളല്ല, നമ്മളിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരെടുക്കെങ്കിലും വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മിച്ചിങ്ങനെ കൂടുന്നതിന് പകരം അതിനെല്ലാം മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അവനെയും അല്ലാഹു നന്നാക്കട്ടെ, നമ്മയും അല്ലാഹു നന്നാക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നൊരു വിശാലമായ മനസ്സ്, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ. അതാണ് മുത്തഖിയായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, രണ്ട് കാര്യം നമ്മൾ മറന്നു കളയണം, രണ്ട് കാര്യം നമ്മൾ ഓർമ്മിക്കണം. മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ്? ഇങ്ങോട്ടൊരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മളങ്ങ് മറന്നു കളയണം. അതുപോലെ തന്നെ മറന്നു കളയേണ്ട മറ്റൊരു കാര്യം എന്താണ്? നമ്മളൊരാൾക്ക് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളയണം. ഞാൻ ഇന്നയാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല, അത് പിന്നെ എടുത്തു പറയാൻ പാടില്ല. ഞാനാണ് അവനെ അങ്ങനെയാക്കിയത്, ഞാനാണ് അവൻ ഇത് കൊടുത്തത്, അങ്ങനത്തെ ഒരൊറ്റ വർത്തമാനവും പറയാൻ പാടില്ല. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നു കളയണം. അതേ സമയത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. അതെന്താണ്? ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അയാൾ എനിക്കൊരു ഉപകാരം ചെയ്ത മനുഷ്യനാണ്, എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മൾ ഒരാളോട് അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അവൻ മാപ്പ് തന്നെങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കണം, ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിക്കണം. അങ്ങോട്ട് ചെയ്ത ഉപകാരം മറന്നു കളയണം, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം. ഈ സ്വഭാവം നമുക്കുണ്ടാകണേ ഉമ്മമാരെ, ഈ സ്വഭാവം നമ്മിൽ പതിവാക്കണേ ചെറുപ്പക്കാരെ. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ ബിസ്തറാ ബിഖ്തദാ ഔ കമാ ഖാല സഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് അയാള്? സമ്മൻ, വിശാല മനസ്ഥിതിയുള്ള ആളാണ്. ഇടുങ്ങിയ ചിന്തയില്ല, വിശാലമായ മനസ്സാണ്. ഇത് അബാവിസ്തറ, വിൽക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും വരെ അദ്ദേഹത്തിന് വിശാല മനസ്ഥിതിയാണ്. 5 റുപ്യ കുറഞ്ഞാലും തരക്കേടില്ല, നീ എടുത്തോളൂ. 5 റുപ്യ കൂടിയാലും തരക്കേടില്ല, ഞാനത് വാങ്ങിക്കോളാം. അവകാശം ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരനാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. വിശാലമായ മനസ്സ് വേണം നമുക്ക്. എന്നാലേ നമുക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ. അവന്റെ സൃഷ്ടികളോട് വൈരാഗ്യം പാടില്ല. എത്ര വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ് അല്ലേ? അവിടുത്തെ ആ പ്രസംഗവും അവിടുത്തെ ആ പ്രസംഗത്തിൻ്റെ ശൈലിയും ഇഖ്ലാസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആ പണ്ഡിതനോടും അടങ്ങാത്ത വിദ്വേഷവും വൈരാഗ്യവും അല്ലേ? എന്താണ് നമുക്ക് ചിന്തിക്കാൻ സുഹൃത്തുക്കളെ? ഇതിങ്ങനെ കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞല്ലോ കുറ്റ്യാടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഞാൻ കുറ്റ്യാടിയിൽ പല സമയത്തും പോയിട്ടുണ്ട്. അവിടെ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. സ്ഥാപനത്തിൽ ഞാൻ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സാധനത്തിന് എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഈ അടുത്തായിട്ട് മൂപ്പര് കുറ്റ്യാടിയിൽ നിന്ന് പുറപ്പെടുന്ന സാധനം എന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ മൂപ്പർക്ക് സ്ഥലം പിഴച്ചതായിരിക്കും. ഇന്നാൾ ആരോ കഴിഞ്ഞ ചൊവ്വാലിൽ ഗ്ലോബൽ വില്ലേജിൽ ഒരു കന്തൂറയും ക്രിക്കറ്റുകാരെ തൊപ്പിയിട്ടിട്ട് അവിടെ ഉണ്ട് ആ സാധനം എന്ന് പറഞ്ഞിട്ട് ആരോ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ടിരുന്നു. അന്ന് ഞാൻ പറയപ്പെട്ടൊരു സാധനം അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വാട്സാപ്പിൽ കണ്ടിരുന്നു. പണ്ഡിതന്മാർ സമൂഹത്തിനും നാടിനും ഉപകരിക്കപ്പെടുന്നതാണ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. പണ്ഡിതന്മാർ നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്നതാണ് ഉപദേശിക്കേണ്ടതും പറയേണ്ടതും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു വിഷയം പഠിപ്പിക്കുന്നത് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. മറ്റൊന്നുമല്ല, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു ചോദിക്കുത്രേ നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. അള്ളാഹു ആ സ്വർഗത്തിലെത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങൾ പറയും, അള്ളാഹുവേ, ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളെ കാരണത്താലല്ല, ഞങ്ങളെ ആലിമീങ്ങളെ നിർദ്ദേശവും ഉപദേശവും കേട്ട കാരണത്താലാണ് ഞങ്ങൾ ഈ സ്വർഗത്തിലെത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾക്കതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയാലും ആലിമീങ്ങളോടുകൂടെ അടിയുറച്ചു നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അള്ളാഹു അത്തരം ആലിമീങ്ങളെ പിൻപറ്റാനും അത്തരം ആലിമീങ്ങളായ ശൈഖുന AP ഉസ്താദിനും മൗലാന പേരോട് ഉസ്താദിനും അള്ളാഹു ദീർഘായുസും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ പണ്ഡിതന്മാരെ കാൽക്കൽ അണിനിരക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.